സർ, ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ പടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഭീതി പുലർത്തുന്ന അസുഖമാണ് ഡയബറ്റീസ് എന്നുള്ളത്. അക്യുപഞ്ചർ ചികിത്സയിൽ യഥാർത്ഥത്തിൽ ഷുഗറിന് ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? എൻ്റെ അനുഭവത്തിൽ അക്യുപഞ്ചറിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്. അത് നല്ല ഫലം കണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു റിസർച്ച് ഉണ്ട്. ഒരു ഫ്രീ ഡയബറ്റിക് കേരള എന്ന് പറഞ്ഞ പേരിട്ട് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിൽ ഏകദേശം 500-ൽ താഴെ 300-ലധികം രോഗികളെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എവിഡൻസോട് കൂടിയുള്ള ഒരു റിസർച്ച് ഞങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വലിയൊരു സന്തോഷം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ധാരാളം ആളുകൾ പൊതുജനങ്ങളിൽ നിന്നാണ് ധാരാളം അതിന് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷുഗർ ഒരു പ്രാവശ്യം വന്നാൽ ഒരിക്കലും മാറില്ല. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അത് മരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാർഡിയാക് അറസ്റ്റ്, കിഡ്നി രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ധാരാളം രോഗങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കും. ഭീതിയുള്ള ഒരു അവസ്ഥയാണ്. അതിന് പരിഹാരം ഉണ്ടെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് അക്യുപഞ്ചർ ശരിക്കും പരിഹാരം ഉണ്ട്. അതിന് 3 രീതിയാണ് നമ്മൾ അവലംബിക്കാറ്. ഒന്ന്, കൃത്യമായിട്ട് അക്യുപഞ്ചർ ചികിത്സ ചെയ്യുക. അത് 11 ദിവസം ആദ്യം തുടർച്ചയായിട്ട് വരണം. പിന്നെ 15 ദിവസം കൂടുമ്പോൾ മാസത്തിൽ 2 ചികിത്സ, അല്ലെങ്കിൽ ചില കണ്ടീഷനിൽ ആഴ്ചയിൽ 1 ചികിത്സ, അല്ലെങ്കിൽ ചില കേസുകളിൽ ആഴ്ചയിൽ 2 ചികിത്സ. ഇങ്ങനെയാണ് ചികിത്സയുടെ ദൈർഘ്യം നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത് കൃത്യമായിട്ടുള്ള ഒരു വ്യായാമ പദ്ധതി. നമുക്ക് അക്യുപഞ്ചറിൽ കൃത്യമായിട്ടൊരു വ്യായാമ എക്സസൈസ് പദ്ധതിയുണ്ട്. അത് കൃത്യമായിട്ട് പ്രായത്തിനനുസരിച്ച്, അവരുടെ ആരോഗ്യത്തിനനുസരിച്ച്, അവരുടെ മാനസിക നില അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. ധാരാളം ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. എന്തായാലും വ്യായാമം അതിന് നിർബന്ധമാണ്. അപ്പോൾ ഒന്ന് തെറാപ്പി ചെയ്യണം, വ്യായാമം ചെയ്യണം. 3, ഭക്ഷണം. ചില ആളുകൾ പറയും ഭക്ഷണം ഒഴിവാക്കേണ്ടി വരും. പല സ്ഥലത്തും പോയിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം ഒഴിവാക്കുന്ന രീതിയല്ല. ചില ഭക്ഷണങ്ങൾക്ക് പകരം ചില ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക എന്നല്ല, നല്ല ഭക്ഷണങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണങ്ങളിലെ ചില ഒരു അഡ്വൈസ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് കഴിയാവുന്ന പ്രായത്തിനും ആരോഗ്യത്തിനനുസരിച്ചുള്ള വ്യായാമ പദ്ധതികൾ കൊടുക്കും. കൃത്യമായിട്ട് അക്യുപഞ്ചർ ചെയ്യും. നല്ലൊരു പരിഹാരമാണ്. പക്ഷെ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ ഒറ്റയടിക്ക് എല്ലാ മരുന്നുകളൊക്കെ നിർത്തി അങ്ങനെയൊന്നുമില്ല. ഗ്രാജുവലായിട്ട് അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കി, പ്രമേഹത്വമുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് റിപ്പോർട്ട് മാത്രമല്ല, അവരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ മാനസിക സ്ഥിതി, അവരുടെ താല്പര്യം എല്ലാം നോക്കി ഗ്രാജുവലായിട്ട് ധാരാളം ആളുകൾക്ക് മരുന്ന് നിർത്തിയ അനുഭവങ്ങളുണ്ട്. അത് ആർക്ക് വന്നാലും അത് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് അക്യുപഞ്ചറിൽ ഡയബറ്റിക്കിനുള്ളത്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളുടെ കാലിൻ്റെ അതിൻ്റെ അസ്വസ്ഥതകൾ, പ്രമേഹത്തിൻ്റെ കുറവ് മാത്രമല്ല, അതിൻ്റെ അസ്വസ്ഥതകൾ, കാലിലെ തരിപ്പുകൾ, കടച്ചിലുകൾ, വേദന, അതുപോലെ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മെമ്മറി പവറിൻ്റെ കുറവ്, അങ്ങനെ ധാരാളം അനുബന്ധ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ്. ഞങ്ങൾ സൗജന്യമായിട്ടായിരുന്നു ആ ഒരു ചികിത്സ ഒക്കെ കൊടുത്തിരുന്നത് ക്യാമ്പയിൻ. ഇപ്പോഴും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഇതിനുള്ളത്. എല്ലാവരും അതിൽ പങ്കുചേരണം, പ്രചാരകരാകണം എന്നാണ് നമുക്ക് പറയാം. സർ, ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഷുഗർ അനുഭവിക്കുന്ന ഒട്ടനേക രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കിത് വലിയൊരു പ്രതീക്ഷയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഷുഗർ രോഗികൾക്ക് ഉള്ളൊരു ഉപദേശം, അങ്ങയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഉപദേശം എന്താണ്? ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അക്യുപഞ്ചറിൽ ശരിക്കും എന്താ വെച്ചാൽ ഡയബറ്റിക് എന്ന രോഗത്തെ അല്ല ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ശരീരത്തെയാണ്. ആ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളത് അക്യുപഞ്ചർ രീതി ഡയഗ്നോസ് ചെയ്യണം. എന്തെല്ലാം പ്രയാസങ്ങളാണുള്ളത്, അത് പലർക്കും പല രീതിയാണ്, പലർക്കും പല അഡ്വൈസാണ്. മൊത്തത്തിൽ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ അസാധ്യമാണ്. അക്യുപഞ്ചറിൽ ഇൻഡിവിജ്വൽ ഡയഗ്നോസിങ് ആണുള്ളത്. ഓരോരുത്തരും പേഴ്സണലായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം. പൊതുവെ നമുക്ക് പറയാനുള്ളത്, കഴിയാവുന്ന രീതിയിൽ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ പല രീതി എക്സസൈസിന് നമ്മുടെ നാട്ടിലേക്ക് യോഗ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. നല്ലൊരു യോഗ പഠിപ്പിക്കുന്ന ട്രെയിനറെ അടുത്തുനിന്ന് യോഗ ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു ഒന്നാമത്തെ അഡ്വൈസാണ്. നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് നമ്മുടെ ചാനലിൽ, IHIയുടെ ചാനലിൽ ഒരു വീഡിയോ നമ്മൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ എല്ലാവരും നോക്കിയാൽ അത് കാണാം. അതിനൊരു കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ യോഗ, അതൊന്നും കഴിയില്ലെങ്കിൽ ഒരു യോഗ നല്ല ട്രെയിനർ എടുത്ത് നിന്ന് യോഗ ചെയ്യുന്നു. രണ്ടാമത്തത് അവർ ചെയ്യാനുള്ളത്, ഒന്ന് റിലാക്സേഷൻ, സ്ട്രെസ് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ രോഗം വന്നു, എനിക്ക് ഇനി ഒന്നിനും കഴിയൂല, എൻ്റെ കയ്യിന് വയ്യ, കാലിന് വയ്യ, കാലാകാലം ഞാൻ മരുന്ന് കഴിക്കേണ്ട, ഇത് ഒഴിവാക്കിയിട്ട് ഒരു സ്ട്രെസ്സ് റിലീസ് ചെയ്തുകൊണ്ട് ഒരു റിലാക്സേഷൻ അത് ലൈഫിൽ കൊണ്ടുവരണം. ഒരു റിലാക്സേഷൻ ഇതിന് അനിവാര്യമാണ്. ഈ സ്ട്രെസ്സ് ഇതിനൊക്കെ വലിയൊരു കാരണമാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. മൂന്നാമത്തത് ഭക്ഷണ രീതിയാണ്. ഭക്ഷണം, അപ്പോൾ ഇൻസുലിനൊക്കെ അടിക്കുന്ന ആൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും.
ഈ വിശക്കുന്ന സമയത്തൊക്കെ അവർ ചോറ് കഴിക്കും, അരി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവർ കിട്ടുന്നതൊക്കെ കഴിക്കും. ഇതിന് പകരം അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മില്ലറ്റ് കൊണ്ട് ഫുഡ്, പിന്നെ വെജിറ്റബിൾസ്, നന്നായിട്ട് വെജിറ്റബിൾസ്, കുറച്ച് നോൺ വെജ്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നാവും. കുറച്ച് പിന്നെ റോ വെജിറ്റബിൾ സാലഡ്, അതുപോലെ കുക്ക്ഡ് വെജിറ്റബിൾസ് അത് കൂടുതൽ കഴിക്കുക, കുറച്ച് നോൺ വെജ് കഴിക്കുക, പരമാവധി പിന്നെ എന്ത് ചെയ്യുക, അരി ഭക്ഷണങ്ങൾ കുറക്കുക. പിന്നെ ചില പഴങ്ങൾ, എല്ലാ പഴങ്ങളും അവർക്ക് കഴിയില്ല, ചില പഴങ്ങൾ പ്രത്യേകിച്ച് പേരക്ക, അതുപോലെ ഓറഞ്ച് ഒക്കെ കഴിക്കുന്നത് അവർക്ക് നന്നാവും. പിന്നെ ഈ യോഗയും ഈ ഭക്ഷണ നിയന്ത്രണവും കൊടുക്കുക. പിന്നെ ഞാൻ ഫൈനലായിട്ട് പറയുന്നത്, ഒരു ചികിത്സകൻ്റെ മേൽനോട്ടത്തിലാണ് ഷുഗർ രോഗികൾ നിൽക്കേണ്ടത്. നമ്മൾ ഈ അഡ്വൈസ് കൊടുത്തു എന്ന് കാരണത്ത് അത് മാത്രം നിൽക്കുന്നത് അപകടം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. മരുന്ന് അഥവാ നമ്മൾ സംസാരിക്കുന്നത് നിർത്തുകയും ചെയ്താൽ അത് ബുദ്ധിമുട്ടാണ്. മരുന്ന് നിർത്തണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ കറക്റ്റ് ഒരു അക്യുപഞ്ചർ ചികിത്സകൻ്റെ മേൽനോട്ടത്തിൽ കൃത്യമായി ഡയഗ്നോസ് ചെയ്യണം. മാത്രമല്ല അവർ കൃത്യമായിട്ട് ലാബ് റിപ്പോർട്ടും കൂടി നോക്കണം. അത് നമുക്ക് നമ്മൾ എതിരൊന്നുമില്ല, അതിന് റിപ്പോർട്ട്സ് കൂടി നോക്കി ശരീരത്തിൻ്റെ അവസ്ഥകൾ നോക്കിയിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, പിന്നെ ചികിത്സ എടുക്കാൻ. അതാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഒരു പ്രമേഹം നിർണ്ണയിക്കണമെങ്കിൽ, ഒരു വ്യക്തി പ്രമേഹ രോഗിയാണെന്ന് നിർണ്ണയിക്കണമെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നിർബന്ധമാണല്ലോ. അതിൻ്റെ അളവുകളെ മെഷർ ചെയ്യണമെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നിർബന്ധമാണല്ലോ. ചിലയിടങ്ങളിൽ കേൾക്കുന്നുണ്ട് അക്യുപങ്ക്ചറിൽ ടെസ്റ്റുകളൊന്നും നോക്കാറില്ല, ലാബ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് ശരി? അക്യുപഞ്ചറിൻ്റെ ഉത്ഭവകാലത്ത് ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയുമല്ലോ. അക്യുപഞ്ചറിൻ്റെ എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ ഉത്ഭവകാലം, പാരമ്പര്യ ചികിത്സാ രീതി ഉത്ഭവകാലത്ത് ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ല. അന്നത്തെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. നാഡീ പരിശോധനയിലൂടെ കൃത്യമായിട്ട് അന്നത്തെ രോഗനിർണയ രീതി ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഈ ടെക്നോളജി വളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മളതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയോ പൂർണ്ണമായിട്ട് തള്ളുകയോ ചെയ്യാറില്ല. അത് എല്ലാ വൈദ്യശാസ്ത്രത്തിലും അങ്ങനെ. എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ ലാബ് റിപ്പോർട്ടിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇത് നോക്കി മാത്രം ചികിത്സ, അങ്ങനെ ഉണ്ടല്ലോ അതിൽ എഴുതിയിട്ട്. പൂർണ്ണമായിട്ടും അത് മാത്രം നോക്കി ചികിത്സ ചെയ്യുക എന്നുള്ളതല്ല. ലാബ് റിപ്പോർട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കാരണം ഇന്നുള്ള ഏറ്റവും നല്ല ഡയഗ്നോസ് രീതികളുണ്ട്, അത് നമ്മൾ പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് പൾസ് ഡയഗ്നോസ്, ഇത് രണ്ടും കൂടി നമ്മൾ നോക്കും. പിന്നെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് ചിലപ്പോൾ ഇതിൽ രണ്ടിലും ആവില്ല. ലാബ് റിപ്പോർട്ടിൽ വേദന എവിടെയുള്ളതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ നാഡിയിലും ഇന്ന സ്ഥലത്താണ് പ്രയാസം എന്ന് പറയില്ല. അപ്പോൾ ഈ മൂന്നും നമുക്ക് വേണം. ഒന്ന്, ലാബ് റിപ്പോർട്ട് നമ്മൾ നോക്കും, പരിശോധിക്കും. കാരണം ഇതിൻ്റെ ചേഞ്ചസ്, ഇപ്പോൾ ഒരാൾക്ക് 500 പ്രമേഹം അല്ലെങ്കിൽ 400 പ്രമേഹം ഉള്ളത്, അന്ന് നോക്കിയത് കൊണ്ട് അത് മനസ്സിലായി വിചാരിക്കും. എന്നാൽ ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം അത് 150 ഇത് രോഗി അറിയുമ്പോൾ രോഗിൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? എൻ്റെ പ്രമേഹം കുറഞ്ഞു, എനിക്ക് സന്തോഷമായി തോന്നും. ഈ തോന്നൽ, ഈ മനസ്സിൻ്റെ റിലാക്സേഷൻ ഈ രോഗത്തെ കുറക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും കാരണമാവും. അത് ഒരു കാരണമാണ് ഒന്ന്. രണ്ടാമത്തത്, ചികിത്സ നിർണ്ണയിക്കാൻ, ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ലാബ് റിപ്പോർട്ട് അനിവാര്യമാണ്. അപകടാവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ BP നോക്കുന്ന സമയത്ത് ഹൈ BP ആണെന്ന് വിചാരിക്കുക, സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് നോക്കണമെങ്കിൽ ഈ മോഡേൺ ഡയഗ്നോസിങ് നമുക്ക് വേണം. എന്നാൽ അത് മാത്രം നോക്കിയിട്ടാണോ അതല്ല. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളും. രോഗിയുടെ അവസ്ഥകൾ, രോഗിയുടെ പ്രയാസങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ ജീവിത രീതി, ഭക്ഷണ രീതി മനസ്സിലാക്കേണ്ടതുണ്ട്, അതുപോലെ ഈ ലാബ് റിപ്പോർട്ടുകൾ നോക്കേണ്ടതുണ്ട്, നാഡീ പരിശോധന നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു അക്യുപഞ്ചർ ചികിത്സകൻ കൃത്യമായിട്ട് അവർക്ക് ചികിത്സ നൽകുന്നത്. സർ, അക്യുപഞ്ചർ ചികിത്സയിൽ കേട്ടുവരുന്ന മറ്റൊരു രീതിയാണ് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച്. ചില അക്യുപഞ്ചറിസ്റ്റുകൾ പറയുന്നു വെള്ളം വളരെ കുറച്ച് മാത്രം കുടിച്ചാൽ മതി എന്ന്. ചിലർ പറയുന്നു ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാൻ പാടില്ലെന്ന്. അക്യുപഞ്ചറിൽ 4G എന്ന റൂള് കേൾക്കുന്നുണ്ട്. അതിൽ വെള്ളത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഹ്യൂമൻ ബോഡിയിൽ വെള്ളം അത്യാവശ്യമാണല്ലോ. അപ്പോൾ വെള്ളത്തെ അങ്ങനെ കുറയ്ക്കുന്നത് ശരിയാണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം? അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ, ചില വ്യക്തികളൊക്കെ 4G പറയാറുണ്ട്. 4 ഗോൾഡൻ റൂൾസ്. അതിൽ ചില കാര്യങ്ങളൊക്കെ നല്ല റൂൾസാണ്. അത് ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ കിടക്കുക, റെസ്റ്റ് എടുക്കുക രോഗികൾ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് 4 ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞ് അക്യുപഞ്ചറിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. അങ്ങനെ സംഭവം അക്യുപഞ്ചറിൽ ഇല്ല. എന്നാൽ അത് ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ അത് പല കാര്യങ്ങളും ഉണ്ടാവും. ഉദാഹരണം, ഒരാൾക്ക് ഒരു 7 മണിക്ക് കുളിക്കുക, നേരത്തെ കുളിക്കുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ പല്ല് തേക്കുക നല്ല കാര്യമാണ്. ആയുർവേദത്തിൽ ദിനചര്യ എന്നൊരു സംഭവമുണ്ട്, സ്വസ്ഥവൃത്തത്തിൽ.
ഇങ്ങനെ ചില വൈദ്യശാസ്ത്രങ്ങളിലൊക്കെ നിഷ്കർഷിക്കാറുണ്ട് ചില കാര്യങ്ങൾ. എണ്ണ തേക്കുക, എണ്ണ തേച്ച് കുളിക്കുക, വ്യായാമം ചെയ്യുക എന്നുള്ളതൊക്കെ പൊതുവെ ഒരു രോഗം വരാതിരിക്കാനും വന്ന രോഗങ്ങൾ മാറാനൊക്കെ ചില സാഹചര്യം നല്ലതാണ്. പക്ഷെ ഇത് അക്യുപഞ്ചറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഒരു ഗ്രന്ഥത്തിലും ഇങ്ങനെ ഫോർ ഗോൾഡൻ റൂൾസ് അങ്ങനെ ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ വെള്ളം കുടി, ദാഹിക്കാൽ മാത്രം വെള്ളം കുടിക്കുക എന്നുള്ളത്, അത് അക്യുപഞ്ചറിൽ അങ്ങനൊരു സംഭവം എൻ്റെ അറിവിൽ ഇല്ല. അക്യുപഞ്ചറിൽ ആരെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ എൻ്റെ വാദಕ್ಕೆ ഞാൻ തിരുത്തും. പക്ഷേ ഇന്ന് വരെ എൻ്റെ പഠനത്തിലോ അന്വേഷണത്തിലോ എൻ്റെ ഗുരുനാഥന്മാരുള്ള ചോദിച്ചിട്ടോ ഇന്ന് വരെ ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാവൂ എന്ന് അക്യുപഞ്ചർ കൺസെപ്റ്റ് ഇല്ല. ഇല്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് അത് പറയുക വഴി പല ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ വൈകുന്നേരം വരെ അര ഗ്ലാസ് വെള്ളം കുടിച്ച് നടക്കുക, ദാഹിക്കണില്ല എന്ന് വെച്ച്. ദാഹം മനസ്സുമായും കുറേ ബന്ധമുണ്ട്. എന്തെങ്കിലും വിഷമുള്ള സമയത്ത് മനുഷ്യൻ വെള്ളം കുടിക്കാൻ മറന്നുപോകും. അതുകൊണ്ട് മാത്രം ധാരാളം അസുഖങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെള്ളം അനിവാര്യമാണ്. എന്നാൽ വെള്ളം 4 ലിറ്റർ കുടിക്കണം, 5 ലിറ്റർ കുടിക്കണം, അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ആണ് ഓരോ വ്യക്തികൾക്കനുസരിച്ച്, അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രയാസങ്ങളെ അനുബന്ധിച്ച് ഒക്കെ ഇൻഡിവിജ്വലാണ് ഒക്കെ വെള്ളം. അപ്പം വെള്ളം ദാഹിച്ചാൽ മാത്രം എന്നുള്ളത് തെറ്റും, അമിതമായി വെള്ളമാണ് ആവശ്യം എന്നുള്ളതും തെറ്റാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ ദാഹിച്ചിട്ടില്ലെങ്കിലും കുറേശ്ശെ വെള്ളം കുടിക്കൽ അനിവാര്യമാണ്. അപ്പോൾ ഈ 4 ഗോൾഡൻ റൂൾസ് എന്നുള്ളത് അക്യുപഞ്ചറിൻ്റെ ഭാഗമല്ല. നല്ല ചില കാര്യങ്ങൾ അതിലുണ്ട്. അത് 4 മാത്രമല്ല, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, ഒരുപാട് എണ്ണത്തിലുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് അഡ്വൈസ് കൊടുക്കാവുന്നതാണ്. വെള്ളം കുടിൻ്റെ കാര്യത്തിൽ കണിശമായി ദാഹിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നില്ല. ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കണം. അത് ഓരോരുത്തരുടെ ആവശ്യം ഓരോ വ്യക്തികൾക്കനുസരിച്ചാണ്. അത് നോക്കി പറഞ്ഞു കൊടുക്കണം ഓരോരുത്തർക്കനുസരിച്ച്. സർ, അക്യുപങ്ക്ചറിൽ പൊതുവെ കേൾക്കുന്ന ഒരു തമാശയാണ്, ഒരു രോഗം വന്നാൽ അതിന് ഇന്ന മരുന്ന് എന്നതുപോലെ തന്നെ ഒരു മുട്ടുവേദന ഉണ്ടെങ്കിൽ ആ മുട്ടിൽ ഒരു നീഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു തലവേദന ഉണ്ടെങ്കിൽ തലയിൽ ഒരു നീഡിൽ ചെയ്യാം, വയറുവേദനയാണെങ്കിൽ വയറിൽ ഒരു നീഡിൽ ചെയ്യാം എന്നുള്ള ഒരു അഭിപ്രായം കേൾക്കുന്നു. ശരിക്കും നീഡിൽ അങ്ങനെ ഒരു തലവേദനയ്ക്ക് തലയിൽ ചെയ്താൽ മാറുന്നതാണോ? എങ്ങനെയാണ് അക്യുപങ്ക്ചർ അതിനെ നോക്കി കാണുന്നത്? അല്ല, വിമർശകർക്ക് ഒരു കാര്യം പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. എല്ലാ വിഷയത്തിലും അങ്ങനത്തെ അല്ലേ. അപ്പം അതൊരു വിമർശനമല്ല, അത് ശരിക്കും ഞാൻ പറയുന്നൊരു പരിഹാസമാണ്. അക്യുപഞ്ചറിനെ കുറിച്ച് യാതൊരു ബോധമോ അറിവോ ഇല്ലാത്തവർ പറയുന്ന ഒരു കാര്യമാണ്. തലവേദന ഉണ്ടാകുമ്പോൾ തലയിൽ കുത്തുക, കണ്ണിലുണ്ടാകുമ്പോൾ കണ്ണിൽ കുത്തുക, കയ്യിലുണ്ടാകുമ്പോൾ കയ്യിൽ കുത്തുക, അങ്ങനെയല്ല. അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യണം. അപ്പം നേരത്തെ ഞാൻ തലവേദന പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് നീ പെയിൻ, കാലിന് മുട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മുട്ടിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതല്ല. അവിടെ കാർട്ടിലേജസോ അല്ലെങ്കിൽ ബോണോ, അവിടുത്തെ ഫ്ലൂയിഡ്സോ, നെർവ്സിനോ, മസിൽസിനോ ഒക്കെ പല പ്രശ്നങ്ങളും മുട്ടിലുണ്ടാവാൻ, ഈ മുട്ടുവേദന ഉണ്ടാവാൻ കാരണമുണ്ടാവും. അതിന് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന സിസ്റ്റങ്ങളുടെ പ്രയാസങ്ങൾ. അത് ഏതാണെന്ന് നോക്കണം. രക്തചംക്രമണ വ്യവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ടാവാം, ലിവറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, കിഡ്നിയുടെ പ്രയാസങ്ങൾ കൊണ്ട് മുട്ടുവേദന ഉണ്ടാവാം, ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, അതല്ലെങ്കിൽ നട്ടലിൻ്റെ ഡിസ്ലൊക്കേഷൻ കൊണ്ട് മുട്ടുവേദന ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് മുട്ടിലല്ല ചികിത്സ ചെയ്യുക. അതിൻ്റെ കാരണം മനസ്സിലാക്കി കൃത്യമായിട്ട് അക്യുപഞ്ചറിൻ്റെ ഓരോ രോഗത്തിനും ഓരോ അവസ്ഥകളുണ്ട്, അത് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോയിൻ്റ് സെലക്ഷൻ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടാണ് അതിൻ്റെ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നത്. ഓരോ പോയിന്റിൽ തന്നെ നീഡിൽ ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. സ്റ്റിമുലേഷൻ മെത്തേഡ് രീതിയാണ്. അവർ കൊടുക്കുന്ന അഡ്വൈസ് വ്യത്യസ്തമാണ്. അല്ലാതെ തലവേദന തലയിൽ കുത്തുക, കയ്യിൽ, അത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ പരിഹസിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. ശരിക്കും അക്യുപഞ്ചറിൽ അങ്ങനൊരു അവസ്ഥയല്ല ഉള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് വെറും ഒരു നീഡിൽ ചെയ്യൽ മാത്രമാണോ? കേവലം നീഡിലിംഗ് മാത്രമാണോ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്? അല്ല, അക്യുപഞ്ചർ ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ TCM ആണ് അക്യുപഞ്ചറിൻ്റെ ഭാഗം. TCMൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. അപ്പോൾ ഒരു നീഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു തെറാപ്പിയാണ്, മെയിൻ തെറാപ്പിയാണ് അക്യുപഞ്ചർ. അതാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന കുറേ അഡ്വൈസ് ഉണ്ട്. ഭക്ഷണത്തിൽ അഡ്വൈസ് കൃത്യമായിട്ട്, കാരണം പോഷകാഹാര കുറവ് കൊണ്ടോ അമിത പോഷണം കൊണ്ടോ ആയിരിക്കാൻ ചിലപ്പോൾ ഈ രോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമിത പോഷകമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ നോളജ് അവർക്ക് കൊടുക്കും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് പറഞ്ഞു കൊടുക്കും. ഇനി പോഷണം കുറവാണെങ്കിലോ ഇന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കഴിക്കണം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഏത് പോഷകമാണോ കുറവോ പോഷകം നോക്കിയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അതുപോലെ അമിതമായി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് റെസ്റ്റ് പറഞ്ഞു കൊടുക്കും. ഫുള്ള് റെസ്റ്റാണ്, ഒരു ജോലിയും ചെയ്യൂല, അനങ്ങാതിരിക്കുന്ന ജോലിയാണ്. അവർക്ക് വ്യായാമം ചെയ്യേണ്ടി വരും. ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിൽ അമിതമായ ഉറക്കം കൊണ്ട് രോഗം ഉണ്ടാവും. അപ്പോൾ അമിതമായി ഉറങ്ങരുത്,
പാകത്തിന് ഉറങ്ങിയാൽ മതി എന്ന് പറയും. ഇനി തീരെ ഉറങ്ങാത്ത ആളുകൾ കുറച്ച് ഉറങ്ങാനും പറയും. അത് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. ആ കാരണം മനസ്സിലാക്കി അവർക്ക് അഡ്വൈസ് കൊടുക്കണം. ഭക്ഷണത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അതിന് 4 ആണോ 5 ആണോ അഡ്വൈസ് അതൊന്നും പറയാൻ കഴിയില്ല. ആൾക്ക് അനുസരിച്ച് പറഞ്ഞു കൊടുക്കും. നീഡിലാണ് നമ്മൾ മെയിൻ തെറാപ്പി. ഇതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള തെറാപ്പികൾ മോക്സിബൂഷൻ, കപ്പിംഗ് തെറാപ്പി, മസാജ്, അതുപോലെ പാക്കിംഗ്, അതുപോലെ അവർ കിടക്കുന്ന രീതികൾ, ഇരിക്കുന്ന രീതികൾ, അങ്ങനെ ഒരുപാട് അഡ്വൈസ് ഇതിൻ്റെ കൂടെ കൊടുക്കും. ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് തെറാപ്പികളും കൊടുക്കും. നീഡിൽ മാത്രമല്ല അക്യുപഞ്ചർ ഉള്ളത്. സർ, രോഗിയെ ആണ് ചികിത്സിക്കുന്നത്, രോഗത്തെ അല്ല എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ രോഗം മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥകൾ, അതായത് ഒരു കാർഡിയാക് അറസ്റ്റ് വരികയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഫെയിൻറ്റിങ്, തലകറക്കം വരികയാണ്. ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു അക്യുപഞ്ചറിസ്റ്റ് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. അക്യുപഞ്ചറിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഇപ്പോൾ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന രോഗ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? കാർഡിയാക് അറസ്റ്റാണ്. ഹൃദ്രോഗം കൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്. ആളുകൾ മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചികിത്സിക്കാത്തത് കൊണ്ടല്ല, ചികിത്സ കിട്ടാത്തത് കൊണ്ടല്ല, അവരുടെ ജീവിതശൈലി കൊണ്ടും ഭക്ഷണശൈലി കൊണ്ടൊക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ചികിത്സ ഇല്ലതാനും. ഇതാണല്ലോ മരണം ഉണ്ട് എന്നുള്ളതിൻ്റെ കാരണം. മരിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്, എല്ലായിടത്തും ചികിത്സയുണ്ട്. അപ്പം മരിക്കുന്നുണ്ട് യാഥാർത്ഥ്യമാണ് ഒന്ന്. രണ്ടാമത് സ്ട്രോക്ക്. ഇന്ന് സ്ട്രോക്കിൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ചികിത്സ കൊണ്ടല്ല, ചികിത്സ കിട്ടാത്തത് കൊണ്ടല്ല മരിക്കുന്നത്, ചികിത്സയും ഉണ്ട്, രോഗങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഇവിടെ അക്യുപഞ്ചറിസ്റ്റിന് എന്താണ് ക്രിട്ടിക്കൽ അഥവാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട എമർജൻസി സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ഓരോ അക്യുപഞ്ചറിസ്റ്റ് മാത്രമല്ല എല്ലാ ആൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കും അതിന് ധാരണ ഉണ്ടാവണം. അപ്പോൾ ചില കേസുകൾ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ, അല്ലെങ്കിൽ എമർജൻസി മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചില സാധ്യതകളുണ്ട്. അതിന് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം. അതിൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് ഒരുക്കണം. അത് അക്യുപഞ്ചറിസ്റ്റ് മാത്രമല്ല, ഏത് ചികിത്സക്കാരനും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു മോഡേൺ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കിൽ ഇരിക്കുകയാണ്. ആ ക്ലിനിക്കിൽ വന്ന ഡോക്ടർ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ വലിയ ആശുപത്രിയിലേക്കോ റെഫർ ചെയ്യും. അത് സ്വാഭാവികമാണ്. ഒരു ആയുർവേദ ഡോക്ടറും അത് തന്നെ ചെയ്യുള്ളൂ, ഒരു യുനാനി ഡോക്ടറും അത് തന്നെ ചെയ്യാറുള്ളത്, അക്യുപഞ്ചറിസ്റ്റും അത് തന്നെ ചെയ്യാനുള്ളത്. ഇവിടെ ഒരാൾക്ക് ഹൃദ്രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒരാൾക്ക് സ്ട്രോക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അത് എല്ലാ ആൾട്ടർനേറ്റീവ് തെറാപ്പിയിലും ഉണ്ട്, പ്രത്യേകിച്ച് അക്യുപഞ്ചറിലുണ്ട്. ഒരാൾക്ക് ഹൃദ്രോഗം വരാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനുള്ള കുറിച്ചൊരു അവബോധം മറ്റുള്ള വൈദ്യശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് അക്യുപഞ്ചറിസ്റ്റുകൾ നൽകുന്നത് വലിയ ഒരു അഡ്വൈസാണ്. ഇപ്പോൾ മുട്ടുവേദന വന്നാൽ സ്ഥിരമായിട്ട് പെയിൻ കില്ലർ കഴിക്കുക ചില ആളുകളുടെ ശീലമാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് ആർത്തവ രോഗം, ആർത്തവ പെയിൻ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അതിനൊക്കെ സ്ഥിരമായി ടാബ്ലറ്റ് കഴിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? ഈ പീരീഡ് സമയത്ത്, ആർത്തവ സമയത്ത് കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എത്രയാണ്? എന്തുകൊണ്ടാണ് ആ വേദന വരുന്നത്? എന്താണ് ഈ മരുന്ന് കഴിച്ചാലുള്ള പാർശ്വഫലം? ആരാത് പഠിപ്പിക്കുന്നത്? അത് കൃത്യമായിട്ട് ബോധം വരേണ്ടതല്ലേ? അതുപോലെ തന്നെ മൈഗ്രെയിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന എത്ര ആളുകളുണ്ട്? ആ മൈഗ്രെയിൻ മരുന്ന് കഴിച്ചുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്ന എത്ര ആളുകളുണ്ട്? ഈ അവസ്ഥയിൽ അക്യുപഞ്ചറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അക്യുപഞ്ചറിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കം മുതൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരം രോഗത്തിന് അക്യുപഞ്ചർ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഇങ്ങനെ സ്വീകരിച്ചാൽ അക്യുപഞ്ചറിൽ പരിഹരിക്കാൻ പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞ ഒരാൾക്ക്, ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള ആൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം, സംശയമൊന്നുമില്ല. എന്നാൽ ചെറിയ ചെറിയ ജോയിൻറ്റ് പെയിനുകളൊക്കെ വരുമ്പോൾ തന്നെ മെഡിസിൻ എടുക്കുക, വലിയ ചികിത്സാ രീതികൾ സ്വീകരിക്കുക എന്നുള്ള അപകടകരമാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് തെറാപ്പിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അക്യുപഞ്ചർ പോലുള്ള ചികിത്സകൾ സ്വീകരിക്കുമ്പോൾ ഭാവിയിൽ അവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറവാണ്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മെഡിസിൻ എടുത്തുകൊണ്ടുള്ള ചികിത്സയുണ്ട്, മെഡിസിൻ എടുക്കാത്ത ചികിത്സയുണ്ട്. ക്രിട്ടിക്കലായിട്ടുള്ള ഏറ്റവും സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അക്യുപഞ്ചറിസ്റ്റ് ചെയ്യേണ്ടത്. മറ്റെല്ലാവരും അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗം വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ എല്ലാ ആൾട്ടർനേറ്റീവ് തെറാപ്പിയും മാർഗങ്ങളുണ്ട്. അത് പൊതുജനങ്ങൾ അത് സ്വീകരിക്കുന്നത് നന്നാവും. വളരെ സന്തോഷം. ഇത് ശരിക്കും രോഗാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് വലിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഉപദേശങ്ങളാണ് അങ്ങ് തന്നത്. സർ, എനിക്ക് മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഷുഗർ രോഗി 10-15 വർഷക്കാലം ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി, അവരെ സംബന്ധിച്ച് അവർ ഷുഗർ നിയന്ത്രണത്തിലായിരിക്കും. അവർ മരുന്നിൻ്റെ ആ ഒരു ഉപയോഗത്തിലൂടെ തന്നെ ഷുഗർ കറക്റ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അനുബന്ധ രോഗങ്ങൾ വരുന്നുണ്ട്.
ഡയബറ്റിക് ഫൂട്ട് വരുന്നുണ്ട്, അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നുണ്ട്, ന്യൂറോപ്പതി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ലിവറിനെ ബാധിക്കുന്നു, കിഡ്നിയെ ബാധിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ അനുബന്ധ രോഗങ്ങൾ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ ആ ചികിത്സ നിലനിർത്തിക്കൊണ്ട് തന്നെ അക്യുപങ്ക്ചറിലൂടെ അനുബന്ധ രോഗങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സ ഉണ്ടോ? എങ്ങനെയാണ് ആ ഒരു രീതി ഒന്ന് പറയാമോ? പ്രമേഹ രോഗ ചികിത്സയിൽ പ്രമേഹം ചികിത്സിക്കുന്നു, അനുബന്ധ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു തമാശയല്ലേ? എന്തിനാണ് ആളുകൾ പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കുന്നത്? രോഗം മാറാൻ. അപ്പോൾ രോഗം മാറാൻ വേണ്ടി ചികിത്സ ചെയ്യുകയും രോഗം മാറുക എന്നാൽ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുക മാത്രം എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അനുബന്ധ രോഗം ഉണ്ടാകുന്നത് പ്രമേഹ രോഗം ശരീരത്തിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അക്യുപഞ്ചറിൽ പ്രമേഹം കുറയുന്നതോടൊപ്പം തന്നെ അനുബന്ധ രോഗങ്ങൾ വരും. ഇവിടെ പറഞ്ഞ പോലെ ഒന്നിനൊരു ചികിത്സ ചെയ്യുമ്പോൾ അനുബന്ധ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് കഴിയും. പക്ഷേ ഏറ്റവും നല്ലത് അനുബന്ധ രോഗങ്ങൾക്കല്ല, ആ അവസ്ഥകൾക്കല്ല, ആ ശരീരത്തിന് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ശരീരം അനുഭവിക്കുന്ന 2 പ്രയാസങ്ങൾ, ഒന്ന് പ്രമേഹത്തിൻ്റെ അവസ്ഥ, 2 അതിൻ്റെ അനുബന്ധ പ്രയാസം. ഇതും ഒരു ശരീരത്തിലാണല്ലോ. അപ്പോൾ ഒരു ശരീരത്തിൽ ഒരു ചികിത്സ കൊടുത്താൽ തന്നെ അനുബന്ധ രോഗങ്ങൾ കുറയുന്നതോടൊപ്പം തന്നെ പ്രമേഹം കുറയും. പ്രമേഹം കുറഞ്ഞതിനനുസരിച്ച് നമുക്ക് മരുന്നുകൾ നിർത്താൻ കഴിയും. എന്നാൽ ചില രോഗികൾക്ക് അഥവാ അവരുടെ ശരീരത്തിൽ പ്രതിരോധശേഷി വളരെ കുറഞ്ഞു പോയാൽ പല കാരണങ്ങളുണ്ടാവും. പ്രായാധിക്യം, മറ്റ് രോഗങ്ങളുടെ അവസ്ഥ, ധാരാളം കാലം മരുന്ന് കഴിച്ചുകൊണ്ട് അവസ്ഥ, അതുപോലെ തന്നെ മാനസിക സംഘർഷം, ഇങ്ങനെ പല കാരണത്താൽ അവർ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു പോയ ആളുകളുണ്ടാവും. അവർക്ക് പ്രമേഹം നിയന്ത്രണാതീതമായി കൂടുകയും അനുബന്ധ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ വളരെ കുറച്ച് ആളുകൾക്ക് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സയോടൊപ്പം തന്നെ അനുബന്ധ പ്രയാസങ്ങൾക്ക് അവർക്ക് അക്യുപഞ്ചർ സ്വീകരിക്കാവുന്നതാണ്. അതിന് പ്രയാസമൊന്നുമില്ല. രണ്ടും പോകാം. ഒരു പക്ഷേ അവർക്ക് പ്രമേഹം കുറയുകയാണെങ്കിൽ ഗ്രാജുവലായിട്ട് മരുന്നുകൾ ഒഴിവാക്കാനും കഴിയും. പക്ഷേ ഇതിങ്ങനെ ഒരു സ്റ്റേജ് ചില ആൾക്ക് അങ്ങനെ പ്രായാധിക്യമുള്ള ആളുകളും മറ്റ് ഹൃദ്രോഗികളോ കിഡ്നി രോഗികളുള്ള ആളുകൾക്ക് ഒരിക്കലും മരുന്ന് നിർത്തിയാൽ ഒരു പക്ഷേ പ്രമേഹം വളരെ കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ ചെറിയ അളവിൽ കഴിക്കുകയും അതോടനുബന്ധിച്ച് അക്യുപഞ്ചർ ചെയ്യുകയും ചെയ്യും. അതിനൊന്നും പ്രയാസങ്ങളില്ല. സാർ, അക്യുപങ്ക്ചറിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയും, അത് വളരെ സംതൃപ്തി തോന്നുന്നുണ്ട് ആ മറുപടിയിൽ. ഒരുപാട് സന്തോഷം. ഇത്ര സമയം IHA ചാനലിന് വേണ്ടി അങ്ങ് സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. ഈ ഒരു കോൺവെർസേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് അക്യുപഞ്ചർ ചികിത്സ മാനവ സമൂഹത്തിന് അത് ശാരീരികമായും അതുപോലെ തന്നെ ഇത് വലിയ തൊഴിൽ മേഖലയും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.